PCE ഡാറ്റ വന്ന ശേഷം സ്വർണ്ണവില നല്ല ഉയർച്ചയിലാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം അവിടെ ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അതാണ് താരിഫ്, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. താരിഫിൻ്റെ ഈ ടെൻഷനും പിന്നെ ഇപ്പോൾ ഇന്നത്തെ PCE ഡാറ്റ വന്നതുകൂടിയും പറയേണ്ട ആവശ്യമില്ല. PCE ഡാറ്റയും എക്സ്പെക്ട് ചെയ്ത പോലെ വന്നത്, അതുകൊണ്ട് റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ കൂടിയേക്കാണ്. ആൾറെഡി എക്സ്പെക്ട് ചെയ്ത സ്ഥലത്തേക്ക് വന്നു, റേറ്റ് കട്ട് ഉണ്ടെന്ന് എക്സ്പെക്റ്റേഷൻ ചെയ്ത് നടക്കുകയാണ്. അതിലേക്ക് എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു PCE ഡാറ്റ വന്നു. വലിയൊരു PCE ഡാറ്റ വന്നും ചെയ്തിട്ടില്ല. കറക്റ്റായിട്ടുള്ള 2.9 തന്നെ കോർ PCE ഡാറ്റ വന്നു, സ്വർണ്ണവില ഉയർന്നു എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലൊക്കെ മൊത്തം അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നീക്കി വെച്ചു. കാരണം മറ്റുള്ളതൊക്കെ പ്രശ്നങ്ങളാണ്, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും പറ്റുന്നൊരവസ്ഥയിലല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അത് ഇന്ത്യയിലൊരു ഭയം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയം എന്ന് പറഞ്ഞാൽ ഭയമല്ല, അതൊരു ആ ഒരു വശം അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ ട്രംപിൻ്റെ ഓരോ പരിഷ്കാരങ്ങളൊക്കെ ഇൻഫ്ലേഷൻ അവിടെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ലൊരു ഇൻഫ്ലേഷൻ നമ്പർ വന്നിട്ട് അത് റേറ്റ് കട്ടിൻ്റെ സാധ്യതകളെ മങ്ങലേൽപ്പിച്ചത് കാരണം ഗോൾഡ് പ്രൈസ് താഴേക്ക് പോകുന്ന ഒരു ഭയവും. എന്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, ഞാൻ കമ്പനി ഞാൻ തകർക്കുന്നില്ല, അപ്പോൾ അതൊക്കെ താഴേക്ക് പോകും കാരണം നല്ല ഇൻഫ്ലേഷൻ വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ എന്തുകൊണ്ടും മനസ്സിന് തോന്നുന്നില്ല ഒരിക്കലും. കാരണം ഈ ഒരു സന്ദർഭഘട്ടത്തിൽ വേറെ എവിടെ പോയി ഒളിക്കാൻ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണെന്ന് ഓപ്ഷൻ ഇന്ത്യയിൽ മനസ്സ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം അതിലേക്ക് മാറ്റിയത്. കാരണം 2 അവധി ദിവസങ്ങളും ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ള റിസ്കുകളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഒരു ചെറിയ രീതിയിലുള്ള ഇന്ത്യയിൽ തന്നെ എത്തിക്കുമ്പോൾ വലിയ വലിയ ആളുകൾ എങ്ങനെ എത്രമാത്രം നീങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സെപ്റ്റംബർ 16-17 യാത്രയിലുള്ള ഈ റേറ്റ് കട്ട് ഇതിപ്പോൾ 3500 കടപുഴകിയേക്കും. പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഇന്ത്യയിലും വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാക്കാം. രൂപക്ക് ക്ഷീണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ഏകദേശത്തിൽ 28 ട്രില്യണോ, ഇന്ത്യ എത്ര 4-5 എത്ര ട്രില്യണാണ്, ഇന്ത്യൻ്റെ 6 ഇരട്ടി ആ ഒരു ഇതുണ്ട് അവരുടെ ഇത് GDP ഇതൊക്കെ ഒരു പവറാണ്. പക്ഷേ വേറെ ചില കാര്യങ്ങളൊക്കെ ഇന്ത്യ മികച്ചതാണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യ പകരം അങ്ങോട്ട് താരിഫ് കൊടുത്തിട്ടില്ല. അപ്പോൾ 50% താരിഫ്. ഇവിടുന്ന് എക്സ്പോർട്ടൊക്കെ അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ പോകില്ല. ഇതൊക്കെ തന്നെയാണെങ്കിലും ഡോളർ ഒരു മാസം 2% ഇടിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മുമ്പ് നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ പോയിട്ടുണ്ടാവും PCE ഡാറ്റയും ഇതൊക്കെ വന്ന ശേഷം. എന്തായാലും ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ 75,760 ഇപ്പം തന്നെ ഉണ്ട്. നാളെ ഒരു 840 കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ്. ഗോൾഡ് നാളെ 3444 ഇൻ്റർനാഷണലിൽ തൊട്ട് പോവുക. 3500 മിക്കവാറും കട പുഴകി എറിഞ്ഞേക്കും. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഒക്കെ വരണം കേട്ടോ. ഇനി പെട്ടെന്ന് നാളെ ഹലോ എല്ലാവരും വരൂ അങ്ങനെ സംഭവിക്കട്ടെ എന്നും പറയുന്നു. എന്തെങ്കിലും സമാധാനം ഇതൊക്കെ അങ്ങനെയൊക്കെ യുദ്ധത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ. ഇപ്പോൾ വേറൊരു വാർത്ത എന്തെങ്കിലും കേട്ടിട്ടോ, യമൻ്റെ ഒരു പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ പോയിട്ടില്ല. പിന്നെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കുഴപ്പം ഇന്ത്യയിൽ എന്തെങ്കിലും വെക്കേണ്ടില്ല. കാരണം ഇന്ത്യയിലെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാതെ വീഡിയോയിൽ അങ്ങ് വന്നു പോവുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ എന്തെങ്കിലും ചിലപ്പോൾ പകുതി കണ്ടാണ് ചില ആളുകൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകില്ല. പക്ഷെ അത് ഭയങ്കര പോയിന്റ് ആയിരിക്കും. പിന്നെ എല്ലാ പോയിന്റുകളും എല്ലാ സത്യങ്ങളും നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ. അതാണ് പ്രശ്നങ്ങൾ. എന്തായാലും ഇന്ത്യയിൽ കറക്റ്റ് മെസ്സേജ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ കാരണം ഒരാൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നുമല്ല ഇത് അങ്ങനെ നൽകാൻ പറ്റത്തുമില്ല. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് PCE ഡാറ്റേൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം അങ്ങോട്ട് ഒക്കെ നീക്കിയിട്ടുണ്ട്. കാരണം ഈ സമയത്ത് സേഫ് ഹാവൻ തന്നെയാണ് ഏറ്റവും സേഫ് എന്നുള്ളത്.